നമുക്ക് മേളിൽ പോയിരുന്നാലോ? പണിയോ? അമ്മയൊക്കെ ഇപ്പം പോയിട്ട് വരാടാ. ഇപ്പം പോയിട്ട് വരാടാ. നല്ല കുട്ടിയല്ലേ? ടൗണിൽ തിരക്കൊക്കെ ആയിരിക്കും. അടുത്ത ദിവസം ഒന്ന് പുറത്തു കൊണ്ടുപോവാം കേട്ടോ. അടുത്ത ദിവസം ഒന്ന് പൊത്ത് കൊണ്ടുപോവാം കേട്ടോ. മണ്ടയിൽ അവിടെ ആരാ ഒരു കുസൃതി കാണിച്ച് വെച്ചേക്കുന്നത്? ആ പേപ്പർ മുഴുവൻ അവിടെ ആരാ കീറിയിട്ടേക്കണേ? കുഞ്ഞാവയാ? എന്നെ പണിയാ കാണിച്ചേ? മണ്ട കയറിയിരിക്കുക. ഞങ്ങളേ ജസ്റ്റ് ഒന്ന് ടൗണിലൊന്ന് പോയിട്ട് വരാം. അപ്പം അവനോട് പറയുകയത്, എടാ തക്കിടേ മമ്മിയൊക്കെ ടൗണിൽ പോയിട്ട് ഇപ്പം വരാം. അവനത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. മണ്ടേ കൊണ്ട് ഇടുന്നതിന് ചിക്കൻ മേടിച്ചോണ്ട് വരാം, ബിക്കറ്റ് വെച്ചോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്, മണ്ടേ കൊണ്ടിടുന്നത്. വാ വാ വാ, പോ പോ പോ, രണ്ടുപേരും പോ. വാ ഓടിക്കൂ. ഉണ്ണിയേട്ട ഫസ്റ്റ് ചെല്ലടാ. പൊട്ടേ ഓടിക്കോ ഓടിക്കോ ഓട്. ചെൽ, ഓട് ഓട് ഓട്. പോ, അമ്മി തരാമല്ലോ, അമ്മയുടെ കയ്യിലുണ്ടല്ലോ. വാ 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 വാ, മമ്മി ചിക്കൻ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഇതേ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അതെ ഇതാ ചേച്ചിക്കുട്ടി, അമ്മയുടെ പൊന്ന്. ഇപ്പോൾ വരാം കേട്ടോ. കണ്ടോ, പോവാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സങ്കടം ഇരട്ടിയ. കണ്ണ് കിട്ടാണ്ടിരിക്കാൻ പൊട്ടുട്ടോ. ഇതുണ്ടോ, ഒരു മോക്കുരി വന്നിട്ട് അത് ഞെക്കി ഞെക്കി പൊട്ടിക്കും കേട്ടോ. വേണ്ട, അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കെട്ടിയ മണ്ടേ കിടന്ന് ബഹളം തുടങ്ങി. കരച്ചില, അയ്യോ കുത്തൂത്. പോണേൻ്റെ ബഹള. മാന്യദേഹം രാവിലെ അല്ല കേട്ടോ, ഇന്നലെ നമ്മുടെ പാണ്ടനുമായിട്ട് കടിയൊക്കെ കൂടി കേട്ടോ. വലിയ കാര്യമായിട്ട് അവർ ഉപദ്രവിച്ചില്ല, കാരണം അവർക്കറിയാം ഇവിടുത്തെ പട്ടിയാന്ന്, മനസ്സിലായോ? കാരണം അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇവർ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ കിടക്കുമ്പോൾ ഭയങ്കര ബഹളാട്ടോ. അതിലൊക്കംകാരെ കിടത്തി ഉറക്കത്തില്ല. ഇവന്മാർ പെരയ്ക്കകത്ത് കിടന്നും അവർ പുറത്ത് കിടന്നും ഭയങ്കര ബഹളം. ഇപ്പോൾ പരാതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് കൊടുക്കൽ നിന്നതാട്ടോ. അവർ മാറിപ്പോയായിരുന്നു എനിക്ക് പ്രശ്നമില്ലായിരുന്നു, പിന്നെ താഴെയുള്ളവർ ചോറ് കൊടുത്തോളൂ. ഇവരെ കൊണ്ട് വലിയധികം ശത്രുക്കൾ അങ്ങേ ഭാഗത്തുള്ളൊരു ചേച്ചി വിഷം വയ്ക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. കടിച്ചു, വലിയ അന്യായമായ കടിയൊന്നുമല്ല. ഇത് കണ്ടോ അവിടെ ഇതേ മമ്മി ചിക്കൻ തരാം, ഇനി വന്നേ, നീ കടിച്ചതൊന്നും നോക്കട്ടെ, ഇനി വന്നേ. ഇത് കണ്ടോ, അങ്ങനെ 2 കടി കിട്ടി കേട്ടോ. കാരണം അവനും അറിയാം, എനിക്കും അറിയാം, പാണ്ടനും അറിയാം. കാരണം എന്താണെന്നറിയാമോ? പാണ്ടൻ്റെ കൂടെ 2 പെൺപിള്ളേരുണ്ട്, ഞൊണ്ടിയും ഞൊണ്ടിയുടെ മോളും. അവനിങ്ങനെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നവരെ പോയി ലൈൻ അടിച്ചു കഴിഞ്ഞാൽ എന്നാ പറയും അവൻ, മനസ്സിലായോ? നമ്മുടെ സുന്ദരക്കുട്ടൻ വലിയ ആൾ കളിച്ച് അവനെ പോയി ലൈൻ അടിച്ചപ്പം അവൻ 2 കടിയൊക്കെ കൊടുത്തു വിട്ടു. വലിയ കാര്യമായിട്ട് ഉപദ്രവിച്ചില്ല. അവനെല്ലാവരെയും കടിക്കുന്നവനാന്ന് പറഞ്ഞേക്കാട്ടോ. പക്ഷെ അവനോർക്കുന്ന ഇത് കുഞ്ഞാന്നോ. പക്ഷെ ഞാൻ വലിയ കുട്ടിയല്ലേ, അല്ലേ? വലിയ കുഞ്ഞല്ലേ. അങ്ങനെ കൊച്ചു മര്യാദരാമനായിട്ട് വന്ന് കിടക്കുന്ന കിടപ്പായി കിടപ്പ്. ഇന്നലെ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഉള്ള പിന്നെ ഇച്ചിരി വെയിറ്റ് കൂടുതലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ മരുന്നൊക്കെ വെച്ച്, എനിക്ക് ഈ ഫിലിക്കണിയിൽ നിന്ന് മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ, ഇവരുടെ മുറിവിനൊക്കെ ഉള്ളത്. പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി മുറിവിനുള്ള മരുന്നൊക്കെ വെച്ച് അതിപ്പം കുഴപ്പമില്ല. മര്യാദ രാമൻ.
ഇതാകട്ടെ അവർക്ക് മുറിവ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഇത് നാച്ചുറലായിട്ടുള്ള ഇതാണ്. അധികം ഒരുപാട് നീറ്റലോ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല കേട്ടോ. ഞാൻ കയ്യാലടിച്ച് നോക്കിയിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീറുമൊന്നും ഇല്ലയെന്ന്. നമുക്ക് വേറെ ഒരെണ്ണം കിട്ടും മഞ്ഞ കളറുള്ള, അത് ഈ വലിയ പശുവിനൊക്കെ പോലെ പോത്ത് അതിനൊക്കെ പോലെ അടിക്കണ സാധനം കിട്ടും മുറിവിനുള്ള. പക്ഷെ അത് നമ്മുടെ ഡോഗ്സിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, ക്യാറ്റിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇതിപ്പം ഇതുണ്ട്, ഒരു സോഫ്റ്റായിട്ടുള്ളൊരു സ്മെല്ലാട്ടോ. അപ്പം നമ്മുടെ ചച്ചുക്കുട്ടിയുടെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ എഴുതി തന്ന കേട്ടോ മുറിവേൽ ഒഴിക്കാനുള്ള. പെട്ടെന്ന് പോകും കേട്ടോ മുറിവൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളൂ കേട്ടോ. നമ്മുടെ ഫെലിക്കണിലെ ഡോക്ടർ എഴുതി തന്നാണ്, അവിടുന്ന് കിട്ടിയതാണ്. അപ്പം ഞാനത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ലതാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവന് ഈ കഴിഞ്ഞ ദിവസത്തെ ചെറിയ പാണ്ടും തൊട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു. നിങ്ങളാളൊരു സേമിയ പായസം ശർക്കര ഇട്ടുണ്ടാക്കിയിട്ടുണ്ടോ? സാധാരണ എല്ലാവരും പാലും ഒന്നുകിൽ പശുവിൻ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടല്ലേ ഉണ്ടാകുന്നത്. ഞാൻ ശർക്കരപ്പാനി ഉപയോഗിച്ചേട്ടാ, അതാണ് ഈ കളറ്. പെട്ടെന്നൊരു മോഹം കഴിക്കണമെന്ന്. വിഷു കഴിഞ്ഞ് 2-ാം ദിവസം വിഷുവിന് പായസം ഞാൻ കഴിച്ചില്ല കേട്ടോ, കൊണ്ടുവന്നു അടുത്തുനിന്ന്. അപ്പം അത് ഒരുപാട് നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞാനിതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും സേമിയയും ഒരുമിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് 2-ാം പാലും ഒഴിച്ച് അടുപ്പേ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഞാൻ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാവേ. അരിച്ചൊഴിക്കണം, ഇച്ചിരി പിശിരി കൂടുതലതിന്. ആദ്യം അരിച്ചത് ഇത്തിരി കണ്ണകലം കൂടുതലുള്ള ഒരരിപ്പയിലാണ്. ഇതുണ്ടോ, ഇത്ര തേങ്ങാപ്പീര ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കേട്ടോ, നാളെ പെസകായുടെ ആവശ്യത്തിന്. അപ്പം നമ്മുടെ അടുത്ത് 1-2 വീട്ടുകളിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊക്കെ ചിരണ്ടി, ഒരുപാട് തേങ്ങ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇത്തിരി പായസം കുടിക്കണമെന്ന്. അങ്ങനെ പായസം ഉണ്ടാക്കാനായിട്ട് ശർക്കര ഇട്ടുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പിള്ളേർക്കും കൊടുക്കാമായിരിക്കും. പഞ്ചസാരയല്ലേ അവർക്ക് ദോഷം, പഞ്ചസാര അവർക്ക് മാത്രമല്ല നമുക്കും ദോഷം. നമ്മുടെ പായസം റെഡി കേട്ടോ. എൻ്റെ കൊച്ചിവിടെ എനിക്ക് കൂട്ടുണ്ട്. അപ്പം നമുക്ക് ഒഴിക്കാം കേട്ടോ. നല്ല ചൂട് പായസം. ഇതൊക്കെ വീഡിയോ പിടിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണത്. എന്തെങ്കിലാട്ടെ അല്ലേ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ചൂട അല്ലേലും പഞ്ചസാരയേക്കാൾ ടേസ്റ്റ് നമ്മുടെ ശർക്കരയ്ക്കായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ ക്രീമി ആയിട്ടിരിക്കും. ഏലക്കയുടെ ഒക്കെ ടേസ്റ്റും നല്ല കേട്ടോ. എനിക്കിങ്ങനെ അന്നത്തെ ദിവസം ഒന്നും കഴിക്കണമെന്ന് തോന്നൂല കേട്ടോ. പായസം എടുത്തു വെച്ചു. ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ തിന്നു കേട്ടോ. ഇതേ പായസം കൊതിച്ച് വന്നിട്ടുണ്ട്. അവൻ്റെ കിറി പോലും തേച്ച് കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയണം, കാരണം പുറത്തെ അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി നിൽക്കുവായതുകൊണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഇത് ചൂടാറി കഴിയുമ്പം എൻ്റെ കൊച്ചത് കഴിച്ചു പോകും. ഭയങ്കര പായസക്കൊതിച്ച് കേട്ടോ ഇവള. എവിടുന്ന് കിട്ടിയാലും കൊടുക്കും. മധുരം കൊടുക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറി കഴിയുമ്പം പഞ്ചസാര ഇട്ടതല്ലേ എല്ലായിടത്തും ഉണ്ടാക്കുന്നത്.
ചൂടാകട്ടെ. ഫാനിൻ്റെ അടി വെച്ചേക്കും കേട്ടോ. കേട്ടോ എൻ്റെ ഈശ്വരാ മതി. നമ്മളെപ്പോലെ ഇവർ കഴിക്കട്ടെ എല്ലാ ഭക്ഷണവും, എല്ലാ രുചി അറിയട്ടെ. അതാണ് എൻ്റെ പോളിസി കേട്ടോ. തീരെ നിവൃത്തിയില്ലാത്തൊന്നും കൊടുക്കാണ്ടിരിക്കുക. എല്ലാ ഭക്ഷണം ഇച്ചിരിച്ച് രുചിച്ച് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണോ അതൊക്കെ അവരറിയട്ടെ. കാരണം ഇത് നമ്മുടെ പിള്ളേരായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു. അയ്യോ ഇതുള്ളേ ഞുണയുന്ന കണ്ടോ, ഇപ്പം ഞുണച്ചിട്ട് തിന്നോ. എൻ്റെ പൊന്നാരെ കഴിച്ചേ കണ്ട, ഒരു വാലും ഇല്ലാതെ മധുരം കഴിക്കുന്ന കണ്ട. ആഹാ എനിക്കിഷ്ടാട്ടോ ഇവരിങ്ങനെയൊക്കെ നമ്മൾ കഴിക്കണമൊക്കെ അവർ കഴിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളൂ. അവൾ നല്ല അടിപൊളിയായിട്ട് പായസമൊക്കെ കുടിച്ചു. അവൻ കുടിച്ചില്ല കേട്ടോ. അവന് മധുരം വലിയ താല്പര്യമില്ല. ഇത് പിന്നെ ശർക്കര ആയതുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്താട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.